മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. പണം സമ്പാദിക്കുന്നതിനായാണ് പലരും കഠിനമായി ജോലി ചെയ്യുന്നത്. ചിലരെ തേടി ഭാഗ്യക്കുറിയുടെ രൂപത്തിൽ അപൂർവ നേട്ടങ്ങൾ എത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അനാഥമായി കിടന്ന വീട് വൃത്തിയാക്കുന്നതിനിടെ യുവാവിന് നോട്ടുകെട്ടുകൾ അടങ്ങിയ നിധികുംഭം ലഭിച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ജീർണാവസ്ഥയിലുള്ള വീട്ടിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് യുവാവ് പരിശോധിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം. അപ്പോഴാണ് ചുവരിനുള്ളിൽ അസ്വാഭാവികമായ എന്തോ ഒന്നുള്ളതായി തോന്നിയത്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ അടങ്ങിയ ഒരു പെട്ടി ലഭിക്കുന്നത്. ജാക്ക് ചാൾസ് എന്നയാളാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ചുമരിൽ നിന്ന് യുവാവിന് നിധി ലഭിച്ചുവെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലെത്തിയത്. ജീർണാവസ്ഥയിലുള്ള വീട്ടിലേക്ക് യുവാവ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത് വീഡിയോയിൽ കാണാം. ഒരു നായയും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ട്. വീടിന്റെ ചുമരുകളിൽ ഇദ്ദേഹം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുമുണ്ട്. അപ്പോഴാണ് ചുമരിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ മെറ്റൽ ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ആ സ്ഥലം അടയാളപ്പെടുത്തി ആ ഭാഗം പൊളിച്ചു നോക്കാനും തുടങ്ങി. ഒരു ചുറ്റിക ഉപയോഗിച്ചാണ് ഇദ്ദേഹം ചുമരിന്റെ ഭാഗം പൊളിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അതിൽ നിന്ന് 2 ചെറിയ പെട്ടികളും ലോഹത്തിൽ തീർത്ത മറ്റൊരു വലിയ പെട്ടിയും കിട്ടിയത്. ഇതിനുള്ളിൽ നോട്ടുകെട്ടുകൾ അടുക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതേസമയം വീഡിയോയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വിനോദത്തിന് വേണ്ടി നിർമ്മിച്ച വീഡിയോ ആണോ ഇതെന്ന സംശയങ്ങളും ഉയരുകയാണ്. നിലവിൽ 68 ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടിട്ടുള്ളത്. 1 ലക്ഷത്തിലേറെ പേർ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിട്ടുള്ളത്. ഫോളോവേഴ്സിന് കൂട്ടാൻ വേണ്ടി നിർമ്മിച്ച വീഡിയോ ആണോ ഇതെന്ന് ചിലർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അലാവുദ്ദീൻ വിളക്ക് തൊട്ടപ്പോൾ ജീൻ പുറത്തു വന്നതുപോലെ ഈ ലോഹക്കപ്പിൽ നിന്ന് എന്തെങ്കിലും ഉയർന്നു വരുമോ എന്നാണ് ഒരാൾ കരുതിയതെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്.